KGF കർണാടകയിലെ കോലാർ ഗോൾഡ് ഫീൽഡ്സ് നമ്മൾ സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടതാണ്. എന്നാൽ KGFന്റെ കഥ കഴിഞ്ഞുവെന്ന് വിചാരിച്ചവർക്ക് തെറ്റി. ഇന്ത്യയിൽ ഇതാ മറ്റൊരു വൻകിട സ്വർണ്ണഖനി കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വർഷം തോറും 2 ടൺ വരെ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്വർണ്ണഖനി, അതും നമ്മൾ മലയാളികൾക്ക് തൊട്ടടുത്തുള്ള ആന്ധ്രാപ്രദേശിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സ്വർണ്ണഖനി ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലെ ജോനഗിരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ആന്ധ്ര മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു സ്വർണ്ണഖനി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. തമിഴ്നാട്ടിലെ ത്രിവേണി എർത്ത് മൂവേഴ്സും കർണാടകയിലെ ജിയോ മൈസൂർ സർവീസസും ചേർന്ന് 405 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയാണ് ഈ ഖനന പദ്ധതി നടപ്പിലാക്കുന്നത്. ജിയോ മൈസൂർ സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡെക്കാൻ ഗോൾഡ് മൈൻസുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. സ്വർണം ഖനനം ചെയ്യുന്നതും വേർതിരിച്ചെടുക്കുന്നതും മുതൽ ബാറുകളാക്കി വിപണിയിൽ എത്തിക്കുന്നതുവരെയുള്ള എല്ലാ പ്രക്രിയകളും ജോനഗിരിയിൽ തന്നെയാണ് നടക്കുക. സ്വർണത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പദ്ധതിയിലൂടെ പ്രതിവർഷം 900 കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്വർണ്ണഖനി പദ്ധതിയെക്കുറിച്ച് വിശദമായി നോക്കാം. KGFൽ നിന്നും ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഒന്നാമതായി, KGF ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നെങ്കിൽ ജോനഗിരി ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട സ്വകാര്യ സ്വർണ്ണ ഖനിയാണ്. രണ്ടാമതായി, KGF ഭൂമിയുടെ വളരെ ആഴങ്ങളിലേക്ക് പോകുന്ന ഭൂഗർഭ ഖനന രീതിയായിരുന്നു. എന്നാൽ ജോനഗിരിയിൽ അത്യാധുനിക ഓപ്പൺ കാസ്റ്റ് രീതികളും വിപുലമായ പ്രോസസ്സിംഗ് പ്ലാന്റുകളുമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കുറവാണ്. 1500 ഏക്കർ സ്ഥലമാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഈ പദ്ധതിയേക്ക് അനുവദിച്ചു നൽകിയത്. ആദ്യഘട്ടത്തിൽ 600 ഏക്കറിലാണ് ഖനനം നടക്കുക. സ്വർണ്ണ പദ്ധതി നടക്കുന്നതിന്റെ ഭാഗമായി ജോനഗിരി ഗ്രാമത്തെ സംസ്ഥാന മന്ത്രിസഭ സ്വർണ്ണഗിരി എന്ന് പുനർനാമകരണം ചെയ്തു. സ്വർണ്ണ വ്യവസായത്തിലെ പുത്തൻ തുടക്കം കർണാടകയിലെ പ്രശസ്തമായ കോലാർ ഗോൾഡ് ഫീൽഡിന് സമാനമാണ് ഈ സ്വർണ്ണഖനി എന്നാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ അഭിപ്രായപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നാഴികക്കല്ലായി ഇത് മാറുമെന്നും സർക്കാർ വിശേഷിപ്പിച്ചു. ആദ്യ വർഷത്തിൽ ഏകദേശം 400 കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാം വർഷത്തിൽ 900 കിലോഗ്രാം സ്വർണമായി ഇതിനെ ഉയർത്തും. ക്രമേണ 2 ടൺ സ്വർണം വരെ വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കാമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 700 പേർക്ക് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 4% സർക്കാരിന് റോയൽറ്റി ലഭിക്കും. നിലവിലെ കണക്കുകൾ പ്രകാരം 400 കിലോഗ്രാം സ്വർണം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏകദേശം 57 കോടി രൂപ സർക്കാരിന് റോയൽറ്റി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉൽപ്പാദനം 900 കിലോഗ്രാം എത്തുമ്പോൾ സർക്കാരിന് ഏകദേശം 144 കോടി രൂപ ലഭിക്കും. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഖനനങ്ങളിലൊന്നാണ് കോലാർ ഗോൾഡ് ഫീൽഡ്. 120 വർഷത്തിനിടെ ഏകദേശം 800 മുതൽ 900 ടൺ സ്വർണം ഇവിടെ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട്. അയിരശേഖരം കുറഞ്ഞതോടെയാണ് ഇതിന്റെ പ്രവർത്തനം നിലച്ചത്. ഇപ്പോൾ സ്വർണ്ണഗിരിയാണ് ഈ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. KGF ആഴത്തിലുള്ള ഭൂഗർഭ ഖനനത്തെയാണ് ആശ്രയിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഉപരിതലത്തിൽ നിന്നാണ് ഇവിടെ സ്വർണം അടങ്ങിയിരിക്കുന്ന അയിര് വേർതിരിച്ച് എടുക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇറക്കുമതി ആശ്രയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ. ജോനഗിരി സ്വർണ്ണഖനിയിലൂടെ ഇന്ത്യയിലെ സ്വർണ്ണ ഖനന വ്യവസായത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. നിലവിൽ ഏകദേശം 13.1 ടൺ സ്വർണ്ണ സ്രോതസ്സുകളാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വൻതോതിൽ നടക്കുന്ന സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി വലിയ രീതിയിൽ സഹായിക്കും. മാത്രമല്ല, ഈ പ്രദേശം മുഴുവൻ വലിയൊരു സാമ്പത്തിക വളർച്ചയിലേക്ക് കുതിക്കുകയാണ്. ഏകദേശം 700ഓളം പേർക്ക് നേരിട്ട് ഇവിടെ തൊഴിൽ ലഭിക്കും എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. ആന്ധ്ര മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ഉദ്ഘാടന വേളയിൽ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയുടെ മൈനിങ് രംഗത്ത് ഒരു പുതിയ ചരിത്രമാണ് കുറിക്കുന്നത്.